നിങ്ങളുടെ നാട്ടിൽ എത്ര തരം തത്തകളുണ്ട്? എന്തായാലും ഇവിടെ വന്ന ഒരു 4 തരം തത്തകളെ എൻ്റെ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കൂ. നമ്മളെല്ലാവരും കാണുന്ന നാട്ടുതത്ത അല്ലെങ്കിൽ മോതിര തത്ത ഇതാണ്. ഇവർ കൂട്ടത്തോടെ വന്നിട്ട് നെൽപ്പാടങ്ങളിലെ നെല്ലും ഇനി പയറുമണികൾ അതേപോലെ പഴങ്ങൾ ഇതെല്ലാം കഴിച്ചിട്ട് അങ്ങ് പോവാറാണ് പതിവ്. മനുഷ്യൻ്റെ ശബ്ദം അനുകരിക്കുന്നത് ഈ പക്ഷിയാണ്. അതേപോലെ ഈ കൈനോട്ടക്കാരും ചില ആൾക്കാരൊക്കെ ഇതിനെ കൂട്ടിലിട്ട് വളർത്തുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ഷെഡ്യൂൾ 4 പെടുന്ന പക്ഷി ആയതുകൊണ്ട് ഇതിനെ കൈവശം വെക്കുന്നത് കുറ്റകരം തന്നെയാണ്. ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തുറന്നു വിട്ടോളൂ. ഇത് കുറച്ചുകൂടി ഭംഗിയുള്ള തത്തയാണ്. പൂന്തത്ത എന്നാണ് ഇതിന് പറയുക. ഈ പൂന്തത്ത ഒരു കാട്ടുപക്ഷിയാണെങ്കിലും മലയോര ഗ്രാമങ്ങളിലെല്ലാം ഇതിന് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആൺതത്തയുടെ തല മെറൂൺ കളറാണ്. അതുകൊണ്ട് ഇതിന് പ്ലം ഹെഡഡ് പാരക്കീറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാറ്. ഇത് മൂന്നാമനാണ്. നീലത്തത്ത അല്ലെങ്കിൽ മുളം തത്ത എന്ന് പറയും. ആൺപക്ഷിയുടെ കൊക്ക് ചുവപ്പ് കളറായിരിക്കും ഉണ്ടാവുക, പെൺപക്ഷിയുടെ കറുപ്പും. കൂടുതലായി ഇതിനെ കാടുകളിൽ തന്നെയാണ് കാണാറ്. വെസ്റ്റേൺ ഗട്ട്സിൽ മാത്രം കാണപ്പെടുന്ന ഈ തത്തയെ ഇംഗ്ലീഷിൽ മലബാർ പാരക്കീറ്റ് എന്നാണ് പറയാറ്. ഈ നാലാമനൊരു കുഞ്ഞു തത്തയാണ്. ഇതിൻ്റെ പേര് തത്തച്ചിന്നൻ എന്നാണ്. ഇതിന് നിങ്ങൾ മിക്കവാറും കണ്ടു കാണും. കണ്ടിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഈ ശബ്ദമെങ്കിലും കേട്ട് കാണും. ഈ വാഴക്കൂമ്പിൽ തേനും അതേപോലെ പേരയ്ക്കൊക്കെ കഴിക്കാൻ വരുന്ന തത്തയാണിത്. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇത് തലകുത്തി നിന്നിട്ടാണ് ഇതൊക്കെ കഴിക്കാറ്. ഈ 4 എണ്ണത്തിൽ ഏതൊക്കെ തത്തകൾ നിങ്ങളുടെ നാട്ടിലുണ്ട് എന്ന് കമൻറ്റ് ചെയ്യണേ. അതേപോലെ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൊടുക്കണേ.